കേരളത്തിന്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വിഴിഞ്ഞത്തിന് ഒരുപാട് കാലത്തെ കച്ചവട ചരിത്രമുണ്ട്. ഒരു കാലത്ത് മീൻപിടുത്തക്കാരുടെയും ജൈവ സമ്പദ് വ്യവസ്ഥയുടെയും പറുദീസയായിരുന്ന വിഴിഞ്ഞം. 2-ാം നൂറ്റാണ്ട് BC മുതൽക്ക് ഇവിടെ കപ്പലുകൾ വരികയും പോവുകയും ചെയ്തിട്ടുണ്ട്. പഴയ കാലത്ത് ഇതൊരു പ്രധാന കച്ചവട കേന്ദ്രവുമായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച കമ്മീഷൻ ചെയ്യാൻ പോകുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവും വിഴിഞ്ഞം ചരിത്രവും വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കും കുറവില്ല. ഏറെ നാളത്തെ സ്വപ്ന പദ്ധതിയാണ് സഫലമാകുന്നത്. അല്പം ചരിത്രം കൂടി ഒന്ന് പരിശോധിക്കാം. ധർമ്മരാജാവ് കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ ഭരണകാലത്ത് തിരുവിതാംകൂറിലെ ദിവാനായിരുന്ന രാജാ കേശവദാസാണ് വിഴിഞ്ഞത്തെ ഒരു ചെറിയ തുറമുഖമായി വികസിപ്പിച്ചതെന്നാണ് വിശ്വാസം. എന്നിരുന്നാലും വിഴിഞ്ഞത്തൊരു ആധുനിക തുറമുഖം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് അന്നത്തെ തിരുവിതാംകൂർ സംസ്ഥാനത്തിലെ ദിവാനായിരുന്ന സർ CP രാമസ്വാമി അയ്യരാണ്. 1940കളുടെ മധ്യത്തിൽ CP രാമസ്വാമി അയ്യരാണ് വിഴിഞ്ഞത്തൊരു ആധുനിക തുറമുഖം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത്. ഇതിനായി അദ്ദേഹം ഒരു സർവേ നടത്താനും ഉത്തരവിട്ടു. 1940കളുടെ മധ്യത്തിൽ ഒരു ബ്രിട്ടീഷ് എഞ്ചിനീയറുടെ നേതൃത്വത്തിലായിരുന്നു സർവേ നടന്നത്. വിഴിഞ്ഞത്തെ കടലും തീരവും പഠിക്കാനാണ് അദ്ദേഹം തിരുവിതാംകൂറിലെത്തിയത്. 1946 അന്നത്തെ പൊതുമരാമത്ത് വകുപ്പിന്റെ അതായത് PWDയുടെ എയർപോർട്ട് ഡിവിഷന് കീഴിൽ വിഴിഞ്ഞം ഹാർബർ സ്പെഷ്യൽ സെക്ഷൻ രൂപീകരിച്ചു. എന്നാൽ രാജ്യം സ്വാതന്ത്ര്യം നേടിയതോടെ ഈ ഒരു പ്രവൃത്തി തടസ്സപ്പെടുകയായിരുന്നു. തുറമുഖം കമ്മീഷൻ ചെയ്യാൻ അടുത്തിരിക്കെ വിഴിഞ്ഞത്തെ ഒരു പ്രധാന തുറമുഖമായി വികസിപ്പിക്കുന്നതിനുള്ള ആദ്യ സർവേ നടത്തിയ സംഘത്തെ അധികൃതർ മറന്നുപോയതായി തോന്നുന്നു. അടുത്ത മാസം 103 വയസ്സ് തികയുന്ന കേരള പൊതുമരാമത്ത് വകുപ്പിൽ നിന്ന് വിരമിച്ച എഞ്ചിനീയറായ തിരുവനന്തപുരത്തെ GG മേനൻ രാമസ്വാമി അയ്യരുടെ ഉത്തരവനുസരിച്ച് 1940കളിൽ വിഴിഞ്ഞത്തെ ഒരു തുറമുഖമായി വികസിപ്പിക്കുന്നതിനുള്ള സർവേ ആരംഭിച്ച എഞ്ചിനീയർമാരുടെ സംഘത്തിലെ ഒരംഗമായിരുന്നു. തുറമുഖം ഇപ്പോൾ കമ്മീഷൻ ചെയ്യാൻ തയ്യാറെടുക്കുമ്പോൾ ഇറക്കുമതി ചെയ്ത ഉപകരണങ്ങളുമായി ചെറിയ ചങ്ങാടങ്ങളിൽ കടലിൽ പോയി 1940കളുടെ മധ്യത്തിൽ സർവേ നടത്താൻ ടീം നടത്തിയ കഠിനാധ്വാനം ഓർക്കുന്ന ഒരേയൊരു ശബ്ദം പോലും വിസ്മരിക്കപ്പെട്ടിരിക്കുന്നു. സംസ്ഥാന സർക്കാരിൽ നിന്ന് ആരും അദ്ദേഹത്തെ ബന്ധപ്പെട്ടിട്ടില്ലെന്നും ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടില്ലെന്നും അദ്ദേഹത്തിന്റെ മകൻ ശശികുമാർ മേനൻ പറഞ്ഞു. വെള്ളായണി തടാകത്തെ ഒരു കനാൽ വഴി തുറമുഖവുമായി ബന്ധിപ്പിക്കാനുള്ള പദ്ധതികളോടെ വിഴിഞ്ഞത്തൊരു വാണിജ്യ തുറമുഖത്തിന്റെ സാധ്യത രാമസ്വാമി അയ്യർക്ക് മനസ്സിലായിരുന്നെന്ന് GG മേനൻ പറയുന്നു. ലേഔട്ട്, ജലലഭ്യത, മറ്റ് വിശദാംശങ്ങൾ എന്നിവ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി GG മേനൻ അംഗമായിരുന്ന സർവേ സംഘം ഈ പ്രദേശത്തെ കടലിന്റെ ആഴവും വേലിയേറ്റ വ്യതിയാനങ്ങളും 1 നോട്ടിക്കൽ മൈൽ വരെ ചെറിയ ബോട്ടുകളിൽ സഞ്ചരിച്ച് സർവേ ചെയ്തു. അന്നത്തെ സർക്കാർ ഈ ഒരു പദ്ധതി ഉപേക്ഷിക്കുകയും ഹാർബർ ഡിവിഷനിലെ ഉദ്യോഗസ്ഥരെ മറ്റ് വകുപ്പുകളിലേക്ക് മാറ്റുകയും ചെയ്തുവെങ്കിലും 1995 അന്നത്തെ സർക്കാർ ഹൈദരാബാദ് ആസ്ഥാനമായുള്ള കുമാർ ഏജൻസി കോർപ്പറേഷനുമായി ഒരു ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ BOT അടിസ്ഥാനത്തിൽ ഒരു തുറമുഖം വികസിപ്പിക്കുന്നതിനുള്ള ധാരണാപത്രം ഒപ്പുവെച്ചതോടെയാണ് ഈ പദ്ധതിക്ക് വീണ്ടും ജീവൻ വെച്ചത്. ഇത് പിന്നീടും റദ്ദാക്കി. എന്നിട്ട് ഒരു ദശാബ്ദത്തിന് ശേഷം 2004 വീണ്ടും ഒരു സാധ്യതാ പഠനം നടത്തി. നിലവിലുള്ള ഫിഷിംഗ് ഹാർബറിന് സമീപം വിഴിഞ്ഞത്തൊരു തുറമുഖം നിർമ്മിക്കാൻ തീരുമാനിച്ചു. പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ 2005 ആദ്യത്തെ ഗ്ലോബൽ ടെൻഡർ വിളിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ അത് വിജയിച്ചില്ല. പിന്നീട് 2007, 2010 വർഷങ്ങളിലും ടെൻഡറുകൾ വിളിച്ചിരുന്നു. ഒടുവിൽ 2014 അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ ഇക്കണോമിക് സോൺ ലിമിറ്റഡ് ടെൻഡർ നേടിയതോടെ പദ്ധതിക്ക് വീണ്ടും ജീവൻ വെച്ചു. ഒടുവിൽ 2014 വിഴിഞ്ഞത്തെ ഒരു ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബായി മാറ്റുന്നതിനും അതുവഴി ആഗോള കച്ചവടത്തിൽ സ്വന്തമായ സ്ഥാനം നേടുന്നതിനും വഴിയൊരുക്കിയ ടെൻഡർ നടന്നു. ഇനി പദ്ധതിയുടെ പുതിയ വിവരങ്ങളും പുരോഗതിയും ഒന്ന് പരിശോധിക്കാം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2025 മെയ് 3 കമ്മീഷൻ ചെയ്യും. ഇത് ദക്ഷിണേഷ്യയിലെ ഒരു പ്രധാന ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ തുറമുഖം പൂർത്തിയാകുന്നതോടെ ആഗോള കപ്പൽ പാതകളിൽ കേരളത്തിന് ഒരു പ്രധാന സ്ഥാനം ലഭിക്കുമെന്ന് നിസ്സംശയം പറയാം. ചരക്ക് ഗതാഗത രംഗത്തും സാമ്പത്തിക വികസനത്തിലും ഈ പദ്ധതി വലിയ മുന്നേറ്റം സൃഷ്ടിക്കും. വിഴിഞ്ഞം തുറമുഖം ഒരുപാട് കാലത്തെ സ്വപ്നമാണ്. പല തടസ്സങ്ങളെയും മറികടന്ന ഒടുവിൽ യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുന്ന ഈ ഒരു സ്വപ്ന പദ്ധതി കേരളത്തിന്റെ ഭാവിയിൽ നിർണായക പങ്ക് വഹിക്കുമെന്നതിലും സംശയമില്ല. എന്നാൽ ഈ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ആദ്യമായി ശ്രമം നടത്തിയവരെയും അവരുടെ കഠിനാധ്വാനത്തെയും ഓർക്കേണ്ടത് അത്യാവശ്യമാണ്. GG മേനനെ പോലുള്ളവരെ അധികൃതർ വിസ്മരിച്ചത് ഖേദകരമാണ്.